കഴിഞ്ഞ മാസം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻ്റർനാഷണൽ കൗൺസിൽ ഫോർ റിലീജിയസ് ഫ്രീഡം USCIRF അവരുടെ റിപ്പോർട്ട് വന്നു. 2026 റിപ്പോർട്ടുണ്ട്, 2025 റിപ്പോർട്ടുണ്ട്. അതിൽ ഇന്ത്യയെക്കുറിച്ച് എന്താണ് നാഷൻ ഓഫ് ഹൈ കൺസേൺ അങ്ങനെ എന്തോ ഒരു കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ഈ പറയുന്ന കൗൺസിൽ ഫോർ ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം അവരുടെ റിപ്പോർട്ടിൽ RSSനെ ബാൻ ചെയ്യണമെന്നാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ USCIRFൻ്റെ അതിൻ്റെ റെക്കമെൻഡേഷന് സ്റ്റാറ്റ്യൂട്ടറി സ്വഭാവമില്ല, അതൊരു അഡ്വൈസറി മാത്രമാണ് അമേരിക്കൻ സിസ്റ്റത്തിൽ. പക്ഷേ അത് വെയ് ചെയ്യപ്പെടും, ഒരു പോളിസി നിശ്ചയിക്കുമ്പോൾ വെയ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ RSSൻ്റെ അസറ്റുകൾ ഫ്രീസ് ചെയ്യണം, അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ട്രാവൽ ബാൻ ഏർപ്പെടുത്തണം എന്നാണ് ഇവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലം എന്താണ്? ഈ പറയുന്ന ഹെയ്റ്റ് സ്പീച്ച്, ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ, അതിൽ ക്രിസ്ത്യാനികൾക്കെതിരെ കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് നടന്ന, അടുത്ത കാലത്ത് സവിശേഷമായി നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് അമേരിക്കക്കകത്ത്, ഏത് അമേരിക്ക, മൈ ഫ്രണ്ട് ഭരിക്കുന്ന അമേരിക്കക്കകത്ത് അമേരിക്കൻ സംവിധാനത്തിൻ്റെ ഭാഗമായുള്ള ഒരു ഏജൻസി ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യുകയാണ് എന്ത്, ഇവന്മാരുടെ അസറ്റുകൾ ഫ്രീസ് ചെയ്യണം, ഇവന്മാർക്ക് ട്രാവൽ ബാൻ ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ഈ ഹെയ്റ്റ് ഫാക്ടറിയുടെ അതുണ്ടാക്കുന്ന അനുരണനങ്ങൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് അത് എന്താണ് നിയമപരമായിട്ടുള്ള ഏതെങ്കിലും നിലക്കുള്ള സ്ക്രൂട്ടിനിക്ക് വിധേയമാകുന്നില്ലെങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിൽ അത് വളരെ ഗുരുതരമായൊരു പ്രശ്നമായി ഉയർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതൊരു ഫാസിസ്റ്റ് സംഘടനയാണ്, അവർ ഹെയ്റ്റാണ് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായമായി ഹെയ്റ്റ് എന്നെ മാറ്റിയിരിക്കുന്നു എന്നുള്ള കാര്യം ഇന്ത്യയുടെ അതിർത്തികളും വിട്ട് ലോകത്തേക്ക് വളരുകയാണ്. അപ്പോൾ